ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ വികാരി അച്ഛൻ രാജേരിയസ് വർഗീസ് അച്ഛൻ എൻ്റെ ഒരു പഴയ സ്നേഹിതൻ. ചിലപ്പോൾ രണ്ടു വാചകം പറഞ്ഞതിന് ശേഷം ശുശ്രൂഷ. പ്രിയേകാധിപതിയുടെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ ഉച്ച കഴിഞ്ഞ സമയത്ത് പല ഇടങ്ങളിലായിരുന്ന നമുക്ക് ഒരുമിച്ച് ദൈവം തന്ന അനുഗ്രഹത്തിൽ, ദൈവം തന്ന ഇടത്തിൽ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനിടയായി. ഇപ്രകാരം ഒരു വിശുദ്ധ സമയം ദൈവം വിനിയോഗിച്ച്, ദൈവം വിശുദ്ധീകരിച്ച് നമുക്ക് തന്നതിന്റെ പിന്നിൽ അനേകരുടെ പ്രാർത്ഥനയുടെയും സഹായ സഹകരണങ്ങളുടെയും ഒരു വലിയ അനുഭവം ഉണ്ട്. പ്രത്യേകിച്ച് ഈ കുടുംബത്തിന്റെ ഗൃഹനാഥൻ ജെയിംസ് ശുശ്രൂഷ ചെയ്യുന്ന എളംകുളം ജെറുസലേം മാർത്തോമാ ഇടവക, പ്രത്യേകിച്ച് ഇടവക വികാരി പ്രിയപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ, അതുപോലെ ഇടവക സേവിക സംഘം, അവര് പ്രിയപ്പെട്ടവരെല്ലാവരും ചേർന്ന് മുൻകൈ എടുത്തു. അതിൻ്റെ ഒരു ഫലമാകുന്നു ഈ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷവും അവസരവും. ഒന്നുമില്ലായിരുന്ന ഈ പ്രദേശത്ത് ഒരു സൃഷ്ടിപ്പ് നടന്നിരിക്കുന്നു. ഇവിടെ സ്ഥലം വാങ്ങി ഒരു ഭവനം കെട്ടുപണി ചെയ്യുവാനായിട്ടൊക്കെ ഇടയാണ്. സ്ഥലം മേടിക്കുന്ന സമയം മുതൽ ഈ നിമിഷവും തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും എല്ലാം ഉണ്ടായിരുന്നു, തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ദൈവം നമുക്ക് ഈ വലിയൊരു അനുഗ്രഹം തന്നു. ഭവനം അത് ബ്ലസ് ചെയ്യുവാനായിട്ടുള്ള വലിയ അവസരം ദൈവം തന്നു. അതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമല്ല, ഇന്ന് ഇവിടെ കടന്നു വരികയും ചെയ്യും. പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാകുന്നു എൻ്റെ ഒരു ചുമതല. പ്രിയപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ കുടുംബമായിട്ട് വന്നു, കുഞ്ഞുങ്ങളും വന്നേനെ, എന്നാൽ പരീക്ഷയുടെ കാരണങ്ങളാൽ വന്നില്ല. അതുപോലെ സേവ്യാസംഘ അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് രണ്ടുപേരെ മാത്രമേ പരിചയമുള്ളൂ. കാരണം ഈ പണികളുമായി ബന്ധപ്പെട്ട് അവര് സ്ഥിരമായിട്ട് ഫോണിൽ കൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുകയും ചെയ്തു. നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ, വളരെ സ്നേഹത്തോടുകൂടെ, നന്ദിയോടെ ഈ സമയത്ത് ഈ കുദാശയുടെ അനുഭവത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ജെയിംസിന്റെ കുടുംബ അംഗങ്ങൾ, ഈ ഇടവകയുടെ അംഗങ്ങൾ എല്ലാവരെയും നമ്മുടെ ഈ ഇടവകയിൽ എന്നെ കൂടാതെ ശുശ്രൂഷ ചെയ്യുന്ന പീറ്റർ മാത്യു ഉപദേശിയുണ്ട്. ഉപദേശിയും കുടുംബവും, ഉപദേശിയുടെ ഭാര്യയും മകളും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ജെയിംസിന്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, ഇടവക അംഗങ്ങൾ, അയൽക്കാരെല്ലാവരും വന്നിട്ടുണ്ട്. എന്നാൽ പരിമിതമായ ഒരു സാഹചര്യത്തിൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്നും വിളിക്കുവാനായിട്ട് സാധിച്ചില്ല. പിന്നീട് അവരൊക്കെ വരുമെന്നാണ് ജെയിംസ് പറഞ്ഞത്. വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന സാന്നിധ്യം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോർജ് മാത്യുവിനാകുന്നല്ലോ ഈ ഭവന വാഴ്വിന്റെ ശുശ്രൂഷ നടത്തുന്നത്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്ത് ക്ഷണിക്കുകയും ചെയ്തു. ശുശ്രൂഷ ആരംഭിക്കാം. you
പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. രക്ഷിതാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, നിന്റെ നിരപ്പും സമാധാനവും ഈ ഭവനത്തിൽ വസിക്കുമാറാക്കണമേ. ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. ഇതിന്റെ വരവ് ചെലവുകൾ നിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനും നീതിയുടെ സംരക്ഷണത്തിനും ആയിരിക്കണമേ. നിങ്ങൾ നിന്നുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇതിനെ അഭ്യർത്ഥിപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഞങ്ങളുടെ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമൊക്കെയും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഭാവികൾക്കായി തുറന്നിരിക്കുന്ന കരുണകളുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുഖവും അശുദ്ധരെ ശുദ്ധീകരിക്കുന്ന വെടിപ്പാക്കുന്ന സോപ്പായും മാലിന്യമുള്ളവരെ വെളുപ്പിച്ച് നിർമ്മലമാക്കുന്ന തളിപ്പുമായിരിക്കുന്ന ശിഖാദംബരാന് ഭവനവാഴുവിന്റെ ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചനകൾ നൽകുന്നവനുമായ ദൈവമായ കർത്താവേ, ആദ്യ കടിഞ്ഞൂലായ ഹാബേലിന്റെ കാഴ്ച കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഹാനോക്ക് തന്റെ ശുശ്രൂഷയാൽ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. നീതിമാനായ നോഹിന്റെ യാഗത്തിൽ നീ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ അധരങ്ങളുടെ ഫലത്തിൽ നീ പ്രസാദിക്കണമേ. നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് സന്തോഷകരമായിരിക്കണമേ. നീതിമാനായ ഇയ്യോബിന്റെ അടുക്കൽ നിന്ന് ദുഷ്ടനായവൻ ലജ്ജിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുമാറാകണമേ. ശ്രേഷ്ഠ പുരോഹിതനായ അഹ്റോന്റെ ധൂപത്താൽ ഇസ്രയേൽ ജനത്തിൽ നിന്ന് വസന്ത നിരോധിക്കപ്പെട്ടതുപോലെ കഠിന ശിക്ഷകളും കോപത്തിന്റെ വടികളും ഞങ്ങളിൽ നിന്ന് നിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ സ്കറിയായുടെ ശുശ്രൂഷയെങ്കിൽ നിന്റെ പ്രസംഗകനായ യോഹന്നാനെ പറ്റി അവന് പ്രത്യാശ ഉണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെയും രക്ഷയുടെയും പ്രത്യാശ ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ.
കർത്താവേ, ചുങ്കക്കാരനായ സക്കായിയോട് ക്ഷമിച്ചതുപോലെ നിന്റെ തിരുവചനത്താൽ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. കർത്താവേ, ഭാഗ്യവാന്മാരായ സ്ലീഹന്മാരുടെ പ്രധാനിയായ ശമയോന്റെ അപേക്ഷ കൈക്കൊണ്ടതുപോലെ അനേക പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ആ പാപിയായ സ്ത്രീയുടെ കുറ്റങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അനേക കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ആ സ്ത്രീ അവളുടെ വിഷമമായ വേദനകളിൽ നിന്നും സ്വസ്ഥത പ്രാപിച്ചതിന് മുഖാന്തരമായ ആ നിന്റെ നിത്യമായ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കുമാറാകണമേ. കനായ സ്ത്രീയുടെ മകളിൽ നിന്നും ദുഷ്ടനെ ഓടിച്ചതുപോലെ പ്രതിയോഗിയുടെ ശക്തിയെ ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണമേ. ഉത്കൃഷ്ട പുരുഷനായ ദാനിയേലിന് നൽകിയതുപോലെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ജയം നൽകണമേ. കത്തുന്ന അഗ്നിച്ചൂളയിൽ വെച്ച് ഹനന്യ മുതലായവരുടെ ബന്ധനങ്ങൾ നീ അടിച്ചതുപോലെ ദുഷ്ടപിശാചുക്കളുടെ ബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്നും അഴിക്കണമേ. നിന്റെ പട്ടക്കാരും ശുശ്രൂഷകന്മാരും നിന്റെ ഇഷ്ടം ചെയ്ത നിറവേറ്റുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ അവർ സത്യമുള്ളവരായിരിക്കാനും നിന്റെ തിരുവചനം പോലെ ഭയത്തോടെ നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിപ്പാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും കർത്തൃ സംബന്ധവും ജീവപ്രദങ്ങളുമായ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും അവർക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിനു വേണ്ടിയും ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും അനുഗ്രഹങ്ങളും കരുണയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് നിന്റെ അടിയാരായ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനം ശ്രേഷ്ഠത പ്രാപിക്കുകയും ഇതിൽ വസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ചിൽ സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്കെല്ലാവർക്കും നിങ്കൽ നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളോട് കരുണയുള്ളവനും അനുതാപികളിൽ ഇഷ്ടമുള്ളവനുമായ കർത്താവേ, നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പോലെ ഞങ്ങളോട് ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, തിരുവുള്ളമുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. ഹോശോ വബുക്കുൽ സുബ്ഹാൻ ലഅൽമീൻ. യാചന ശബ്ദം മുടക്കരുതേ നിൻ സേവകരിൽ കൃപയാൽ പാലിക്ക കോപവടിയിൽ നിന്നകറ്റി പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാൽ യാചന നീ നൽകിയിടേണമേ. തുണയ്ക്കായി ബലഹീനർ വിളിച്ചിടുന്നു നല്ലവനെ. പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാൽ യാചന നീ നൽകിയിടേണമേ. കൃപ ചെയ്യണമേ, കരുണയുടെ ബഹുലത്താൽ ദയ ചെയ്യണമേ. ഇഴച്ചൊരുതിൻ മകളോർക്കരുതേ, കരുണാകരനാം കർത്താവേ. അധ്യായത്തിൽ നിന്നും വിശ്വസ്ത കൂട്ടം ഏക മനസ്സും ഏക വിചാരമുള്ളവരായിരുന്നു. അവരൊരുത്തനും അങ്ങുണ്ടായിരുന്ന സമ്പാദ്യത്തെ കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സഹൃദയം പൊതുവിലായിരുന്നു. ലേവ്യന്മാർ മതാശക്തിയോടെ ശിശുവിടെ പുനരുത്ഥാനത്തെ കുറിച്ച് സാക്ഷീകരിച്ചിരുന്നു. അവരിൽ മുട്ടുള്ളവനാരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നവർ അവയെ വിറ്റ് വിൽക്കുന്നതിന്റെ വില കൊണ്ടുവന്ന് ശിശുമാരുടെ കാൽകളിൽ വെച്ച് വരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളത് പോലെ പങ്കിട്ട് കൊടുത്തു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച്
നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവെങ്കിലുമല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവൻഗേലിസ്തൻ എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിൽ നിന്നും കന്യകമറിയാമിൽ ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. എരികോവിൽ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരിൽ പ്രധാനിയുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ ഈശോദമ്പരാൻ എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായി ശരീര വളർച്ചയിൽ കുറിയവനായിരുന്നുകൊണ്ട് പുരുഷാര നിമിത്തം അവനെ കഴിഞ്ഞില്ല. താൻ ആ വഴി കടന്നു പോകേണ്ടിയിരുന്നു കൊണ്ട് അവനോട് ഈശോദമ്പരാന് മുൻപിൽ കടന്നു തന്നെ കാണുവാനായിട്ട് ഒരു കാട്ടത്തെ വൃക്ഷത്തിന്മേൽ കയറി. ഈശോദമ്പരാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടവനോട്, സക്കായിയെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നുവെന്ന് അരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്നു സന്തോഷത്തോടുകൂടെ അവനെ കൈക്കൊണ്ടു. എന്നാൽ അവർ എല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ പാപിയ മനുഷ്യന്റെ കലകത്തി എന്ന് പാർത്തുവെന്ന് പിറുപിറുത്ത് പറഞ്ഞിരുന്നു. എന്നാൽ സക്കായി നിന്ന് ഈശോദമ്പരാനോട്, ഇതാ എന്റെ സമ്പാദ്യങ്ങൾ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളത് 4 മടങ്ങായി തിരികെ കൊടുക്കുന്നു എന്ന് ഉണർത്തിച്ചു. ഈശോദമ്പരാൻ അവനോട്, ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് ജീവിപ്പിക്കാൻ വന്നു എന്ന് അരുളി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. മകളകിലം മനുജർക്കായി ദാനം ചെയ്തും സ്വർഗവാഴ്വുകൾ അയച്ചും അരുളുന്നോരു കർത്തൻ ഇവരെയും വാസികളെയും വാഴ്ത്തുമാറാക. ഇവരുടെ മേൽ കൃപയെ ചിന്തുമാറാക. ചുങ്കക്കാരനം സക്കായിയുടെ വീട്ടിൽ ചെന്നു. ഇന്നീ വീടിനു രക്ഷയുണ്ടായ അരുളിയ നാഥൻ. അമശിഹാരാജൻ ഇതിൽ പ്രവേശിച്ച് തൻവലം കൈയാലെല്ലാറ്റെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കർത്താവീശോ നിൻ കൃപയോടു നിന്ദാനങ്ങളെ ഞങ്ങൾ മേൽ അയച്ചിടണമേ. ഇടചേരാതെ നിൻ വഴി തന്നിൽ നടന്നിടുവാൻ തിന്മപ്പെട്ടവനിൽ നിന്നെങ്കിലും രക്ഷിക്കണമേ. സത്യവിശ്വാസത്തോടെ തന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഉത്തരമരുളുന്ന ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവുമായുള്ളവേ, ഈ ഭവന വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നുവെന്നും നിന്റെ കൃപയും സഹായം കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന കൃപ പോലും പ്രാപിപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കെ നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കുന്നു എന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്
ധന്യമായ വാഴ്വുകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നു എന്നും പ്രയാസങ്ങളുടെ ഈ ലോകത്തിൽ നീ ഞങ്ങളെ നടത്തുന്നു എന്നും തിരുസന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊള്ളുന്നു. മനസ്സലിവുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് പണിയുന്നതിന് ഇതിന്റെ ഉടമസ്ഥന് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്ക് വേണ്ടിയും അതിനെ ഇത്രത്തോളം പൂർത്തിയാക്കുന്നതിന് അവരെ നീ ശക്തിപ്പെടുത്തുകയും അവരുടെ സകല പ്രവൃത്തികളിലും അവരെ നീ താങ്ങുകയും ഇതുവരെയുള്ള എല്ലാ പെരുമാറ്റങ്ങളിലും അവരെ നടത്തുകയും ചെയ്തതിനു വേണ്ടിയും വന്യവും വിശുദ്ധവുമായ നിന്റെ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ലെങ്കിൽ അതിന്റെ പണിക്കാർ വൃഥാധ്വാനം ചെയ്യുന്നുവെന്നും നീ പട്ടണം കാത്തുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കാവൽക്കാർ വൃഥാ ജാഗരണം ചെയ്യുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്നതിന്റെ ശക്തിയുള്ള വലങ്കை എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വ നന്മകൾക്ക് വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സക്കായിയുടെ വീട്ടിൽ പ്രവേശിച്ച് ഇവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി എന്ന് അരുളിച്ചത് ഞങ്ങൾ കർത്താവേ യേശുമിശിഹായേ, ഈ ഭവനത്തിൽ വസിക്കുന്നവരോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ വീടിനെ ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കുന്ന വലങ്കയെ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല ദുഷ്ടപെരുമാറ്റങ്ങളെയും ഇവരിൽ നിന്ന് തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ആകൽക്കർസായുടെ എല്ലാ കവിശലങ്ങളിൽ നിന്നും ഇവരെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ കരുണയുടെ കണ്ണാൽ ഈ വാസസ്ഥലത്തേതിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ചവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്നും നിന്റെ നോട്ടം വിടാതെ രാപ്പകൽ നിന്റെ ചിറകിൻ കീഴിൽ ഇവരെ മറച്ചു കൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവമായ ജീവിതം ചെയ്യുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധരോടുകൂടെ മഹത്വമുള്ളവയും നിത്യതയുള്ളവയുമായ നിന്റെ വാസസ്ഥലങ്ങൾ വസിപ്പാനും ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. വശോ വബക്കുലിസ്ബാൽ ഉൽമീൻ. ആമേൻ. ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ റൂഹായുടെ അടിസ്ഥാനത്തിൽ മുദ്രയിടപ്പെടുന്നതിനാൽ എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരട്ടെ. ആയത് പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ആയത് പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ആയത് പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ആയത് പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ.
കരിമുള്ള തൈലത്തിലുമധികം വാസനയേറും രക്ഷകനെ പരിശുദ്ധാത്മാവായ നിൻ അടിയാരെ ശുദ്ധം ചെയ്യുക. സൗമൻ Laison, 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 സർവശക്തനായ ദൈവത്തിന്റെ ഏകാപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ സ്മിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ നിന്റെ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണയും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിൽ നിന്ന് ആവശ്യിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ബഹുമാനപ്പെട്ട രാജ ഏലിയാസ് വർഗീസച്ചൻ കൊച്ചിമ്മ, ഈ ഇടവകയുടെ സുവിശേഷകൻ, വിളക്കുളം ജെറുസലേം മാർത്തോമാ ഇടവകയിൽ നിന്ന് എത്തിയിരിക്കുന്ന സേവികാ സംഘ ചുമതലക്കാർ, സേവികാ സംഘത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ, സെന്റർ സെക്രട്ടറി, അതുപോലെ തന്നെ ഇടവക സെക്രട്ടറി, മറ്റ് പ്രിയ ഇടവകാംഗങ്ങളെ, സ്നേഹ വളരെയധികം സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഇന്ന് ഈ കാപ്പ ധരിച്ചുകൊണ്ട് പ്രിയ ജെയിംസിന്റെ ഈ ഭവനം ദൈവനാമത്തിൽ പ്രതിഷ്ഠ ചെയ്തത് ജനസമയത്ത് ഓർക്കുക. ധാരാളം ഭവനങ്ങൾ ഇരുന്ന ഇടവുകളിലൊക്കെ നിർമ്മിച്ചു കൊടുക്കുവാൻ അവസരമുണ്ടായിട്ടുണ്ട്. അച്ഛൻ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആദ്യ ക്രിസ്തോസിൽ തന്നെ അച്ഛനറിയാം 2 ഭവനങ്ങൾ ആ ഇടവകാംഗങ്ങൾക്ക് തന്നെ നിർമ്മിച്ച് അത് ഉദാശ ചെയ്ത് കൊടുക്കുവാനുള്ള ദൈവങ്ങളുണ്ടായി. ഇത് വളരെ വിദൂരത്തിലിരിക്കുന്ന ഒരു ഇടവകയാണ് ഈ റാന്നി പ്രദേശത്ത് ഇതിനൊരു ക്രമീകരണം ചെയ്തത്. ഇതിന്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ അറിയുന്നത് നല്ലതായിരിക്കും. ഈ വർഷത്തെ 2019-20 വർഷത്തെ സേവികാ സംഘത്തിന്റെ കാര്യപരിപാടികൾ വന്നപ്പോൾ കൊടുത്തൊരു നിർദ്ദേശമായിരുന്നു ഒരു ഭവനം ചമയ്ക്കുവാനൊക്കെയുള്ള ഒരു നിർദ്ദേശം. ആദ്യം അത് വളരെ സന്തോഷത്തോടെ സേവികാ സംഘം സ്വീകരിച്ചു. എന്നാൽ അതിന്റെ പ്രാഥമികമായ ക്രമീകരണങ്ങൾ ആരംഭിച്ചപ്പോഴാണ് അത് ഏറ്റവും ബെസ്റ്റ് വെളിയിൽ ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇടവക ശുശ്രൂഷകനായിരിക്കുന്ന ജെയിംസിനും കുടുംബത്തിനും നൽകുന്നതാണ് എന്ന് പൊതുവിലൊരു താല്പര്യം വന്നു. അതിന്റെ വെളിച്ചത്തിലാണ് സേവികാ സംഘം ഒന്നിലധികം തവണ വീണ്ടും കമ്മിറ്റി കൂടി ഇതിന്റെ ക്രമീകരണം ചെയ്ത് ജെയിംസിന്റെ ഭവനം
ഈ ഇടവകാംഗമായ ഒരാൾ വന്ന് സന്ദർശിച്ചു, അത് റിപ്പോർട്ട് ചെയ്തു. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ സേവികാ സംഘം വളരെ ഭംഗിയായ ഒരു തീരുമാനമെടുത്തു. ജെയിംസിനെ ഒരു ഭവനം വെച്ചു കൊടുത്തു. ഇപ്പോൾ ഒരു കൊച്ചു ഭവനമുണ്ട്. അവിടെ ആ ഭവനം പുനർനിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചിന്ത. എന്നാൽ ഒരു എഞ്ചിനീയറെ വിട്ട് ആ സ്ഥലത്ത് ഒരു പുനർനിർമ്മാണത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. സാധനങ്ങൾ മുകളിൽ എത്തിക്കാനായിട്ടോ അല്ലെങ്കിൽ വെള്ളം എത്തിക്കാനായിട്ടോ മറ്റു പല പരിമിതികളുള്ളതിനാൽ അത് ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ തുകയാകും. അതുകൊണ്ട് അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ജെയിംസിനോട് പറഞ്ഞു, ജെയിംസ് വീട് വെച്ച് തരാം. ജെയിംസ് എവിടെ നിന്നെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് അത് ജെയിംസിന്റെ പേരിലാക്കി സേവികാ സംഘത്തെ അറിയിക്കുമ്പോൾ ഒരു 8 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വീട് നിർമ്മിച്ചു നൽകാമെന്ന് സേവികാ സംഘം ജെയിംസിനെ അറിയിച്ചു. അങ്ങനെയുള്ള അന്വേഷണത്തിൽ പല സ്ഥലങ്ങൾ ഇവിടെ അടുത്തുള്ള ഒക്കെ നോക്കിക്കണ്ടു. ഒടുവിലാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന പോലെ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന എന്റെ ചിന്ത ഈ മൂന്നാറിന്റെ ടോപ്പിൽ നിൽക്കുന്നത്. മൂന്നാറിൽ പോയിട്ടുള്ളവർക്കറിയാം, എന്റെ മുകളിൽ കയറി നോക്കണം. ഒരു ഗോവണി ഒരു ജെയിംസ് വെച്ചു കൊടുക്കണം. മുകളിൽ വന്നവരെല്ലാം ഒന്ന് കയറി നോക്കണം. അപ്പോൾ രാവിലെയാണ് നല്ല രസമെന്ന് പറയും അല്ലേ, രാവിലെയാണ് അല്ലെ, മഞ്ഞും ഒക്കെ ഉള്ള സമയം. മൂന്നാറിന്റെ കൂട്ടുള്ള ഈ സ്ഥലത്ത് ജെയിംസിന് വേണ്ടി ഒരു 10.25 സെന്റ് സ്ഥലം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ സ്ഥലം ഇതെല്ലാം ഒരുമിച്ച് കിടക്കാൻ. അങ്ങനെയാണ് ഏകദേശം 3,60,60,000 രൂപ കൊടുത്ത് ജെയിംസ് ലോൺ എടുക്കുകയായിരുന്നു. ലോൺ എടുക്കാനൊക്കെ കൊണ്ട് പലയിടത്ത് നോക്കാനൊക്കെ നടന്നില്ല. ഒടുവിൽ വീണ്ടും സേവികാ സംഘത്തെ അഭയം പ്രാപിച്ചു. സേവികാ സംഘം ഈ വീടിന് സ്ഥലം വാങ്ങാനുള്ള ലോൺ അനുവദിച്ചു. അങ്ങനെ ആ ലോൺ ഉപയോഗിച്ച് ജെയിംസ് ഈ വീടിനുള്ള സ്ഥലം വാങ്ങി. വീണ്ടും കമ്മിറ്റി കൂടി മീറ്റിങ്ങുകളെല്ലാം നടത്തി ആലോചിച്ച് ജെയിംസിന്റെ വീടിന്റെ കോൺട്രാക്ട് നമ്മുടെ സെന്റർ സെക്രട്ടറി ഒരുപാട് 100 വീടൊക്കെ വെച്ചു. 100 അതോ 10? ഒരു 0 കുറവായിരുന്നു. ഒത്തിരി വീടുകളൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഈ ഭാഗത്തെല്ലാം വീടുകൾ വെച്ച് കൊടുത്തു. അങ്ങനെ വന്ന സമയത്താണ് അത് പണിഞ്ഞ ആളിനെ സുധീർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ഈ ഏറ്റവും ബെസ്റ്റ് ആളെത്തി. അവിടെ നിന്നോട് കുഴപ്പമില്ല, അദ്ദേഹമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് ജെസ്സി റെക്കമെൻഡ് ചെയ്തു. ഞങ്ങൾ ഒരാളിന്റെ റെക്കമെൻഡേഷൻ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഒരു ഉത്തരവാദിത്വം പോലെ ഏറ്റെടുത്ത് നടത്തുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാ, അപ്പൊ പ്ലാനൊക്കെ ഒന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞു. പ്ലാൻ അയച്ചു, ചില ചെറിയ ഓൾട്ടറേഷൻസ് ഞങ്ങൾ വരുത്തി ഞങ്ങളുടെ 8 ലക്ഷത്തിനകത്ത് വെച്ചൊക്കെ തുടങ്ങാം എന്ന് വിചാരിച്ചു വന്നപ്പോഴാണ് ഇതിനകത്ത് ചില പരിമിതികളൊക്കെ ഞങ്ങൾ കണ്ടത്. ഒന്ന്, ഈ ജനലും കട്ടളയും ഒക്കെ കോൺക്രീറ്റ് വെച്ച് പണിയാനാണ് സുധീർ ആഗ്രഹിച്ചത്. ഞങ്ങൾ പറഞ്ഞു അത് കാലപ്പഴക്കത്തിൽ ഇല്ലാതാകും, അതുകൊണ്ട് അത് മാറ്റണം. അത് മാത്രമല്ല ഈ ബെഡ്റൂം ഒക്കെ എന്റെ കയ്യിൽ കിട്ടിയ പ്ലാൻ വെച്ച് ഞാൻ സുധീർ സാറുമായിട്ടൊക്കെ സംസാരിച്ചു പറഞ്ഞു. അദ്ദേഹത്തിനെ പറഞ്ഞു വെച്ചാൽ അവിടെ കട്ടിലിട്ട പിന്നെ നമ്മൾ ഹൈജമ്പി ആടിയെങ്കിൽ അപ്പുറത്ത് പോകാറില്ല. അതുകൊണ്ട് ഞാൻ നിശ്ചിതമൊക്കെ ഒന്ന് വലിപ്പമാക്കാം. അങ്ങനെ ഒന്ന് വലിപ്പമാക്കി കഴിഞ്ഞപ്പോൾ ഈ വീടിന്റെ എസ്റ്റിമേറ്റ് 8 നിന്ന് 11 ലക്ഷത്തോളം. അങ്ങനെ 11 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ ഈ വീട് ഇവിടെ പൂർത്തീകരിച്ച് സുധീർ സാർ ജെയിംസിന്റെ കുടുംബത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചു. ഞങ്ങൾ പറയാത്ത ചില പണികളിലൂടെ സുധീർ സാർ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതിന്റെ മതിലുകെട്ടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഒന്നുമില്ല. എന്നാലും നാളെ വന്ന് ഞങ്ങൾ കണ്ട സമയത്ത് പറഞ്ഞു ഈ വീടിനൊരു ഭംഗി ഉണ്ടാകണമെങ്കിൽ ആ മുൻവശത്ത് ആ കല്ലെല്ലാം ഇളകി പറഞ്ഞ് ഞങ്ങൾ കിടക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് അതൊന്ന് അടുക്കി തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് ഭംഗിയായിട്ട് അവിടെ മാത്രമല്ല എല്ലാം അടുക്കി, പ്രവേശം എല്ലാം അടുക്കി വൃത്തിയാക്കി ഇപ്പോൾ ഒരു നല്ല മനോഹരമായി എറണാകുളത്ത് അവിടുത്തെ ഏറ്റവും നല്ല സ്ഥലം ഏതാ നിങ്ങൾ പറഞ്ഞു? വൈറ്റിലയാണോ? അവിടുത്തെ പനമ്പള്ളി അല്ലേ? അവിടുത്തെ ഏറ്റവും നല്ല ഒരു സ്ഥലത്തെ അല്ലെ ബോസായി ഏറ്റവും നല്ല ഒരു വില്ല പോലെ എന്റെ മനസ്സിലാവുന്നത്. 2 സെന്റ് 3 സെന്റ് 11 സെന്റ് 10.25 സെന്റിനകത്താണ് ജെയിംസ് വില്ല വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജെയിംസിന് എറണാകുളത്ത് താമസിക്കുന്നതുകൊണ്ട് ജെയിംസിന് വീടിന് വീടെന്ന് പറയരുത്, ജെയിംസിന്റെ വില്ല. ജെയിംസ് റാന്നിയിൽ വെച്ചിരിക്കുന്ന വില്ല എന്ന് വേണം പറയാൻ. കാരണം ഇത് കണ്ടാൽ അങ്ങനെയാണ്. ഇനിയിപ്പം ഇതിന് 4 വശവും നല്ലോണം ഒരു വർഷത്തിനകത്ത് കായ്ക്കുന്ന മാവും പ്ലാവും റംബുത്താനും ഒക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് ഒരു വർഷം കൊണ്ട് കഴിയുമ്പോൾ ഇവിടെ ഇതും കൊണ്ടെല്ലാം ജെയിംസ് അങ്ങോട്ട് വരും, എറണാകുളത്തേക്ക് വരും. അപ്പൊ നമുക്കറിയാം എത്രമാത്രം മനോഹരമായിരുന്നു, എത്ര നല്ലതായിരുന്നു നമുക്ക് ഊഹിക്കാൻ സാധ്യമായിട്ട്. ഇത് ഒരു വലിയ അഡ്വഞ്ചറസ് ജേണി ആയിരുന്നു ഇത്.
അത് എറണാകുളത്ത് നിന്ന് വന്നവർക്കറിയാം, ഇവിടെ ഉള്ളവർക്കറിയില്ല. ഒരു വളരെ tedious ഒരു ജോബാണ്. ഞാൻ ഒത്തിരി വീട് വെച്ച് കൊടുത്തെങ്കിലും ഇത്രയും ഒരു ഹസാർഡ്സ് ഉണ്ടായ ഒരു ഭവന നിർമ്മാണം ആദ്യമായിട്ട്. എന്നാൽ സേവികാ സംഘം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പറഞ്ഞു, ജെയിംസിന് വീട് വെച്ചു കൊടുത്ത് തന്നെ കാര്യം. അങ്ങനെ മനോഹരമായി വീട് വെച്ചു കൊടുത്തു. പിന്നെ ജെയിംസിന്റെ ലോണ് എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ വളരെ ഗൗരവമായിട്ട് ആലോചിച്ചിരിക്കുകയാണ്. ജെയിംസ് ലോണ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഏതായാലും ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഒരു 2 ലക്ഷം രൂപയുടെ ഒരു 8 വർഷം കൊണ്ട് അടച്ചു തീർക്കാം. വലിയ തുകയില്ലല്ലോ, മാസം ഒരു 2000 രൂപ. ലോകത്തിൽ എവിടെയെങ്കിലും ലോൺ കിട്ടുമോ? അങ്ങനെ ഏതെങ്കിലും ബാങ്കിൽ കിട്ടുമെങ്കിൽ എനിക്കൊരു 10-20 ലക്ഷം രൂപ കിട്ടിയാൽ കൊള്ളാം. ഇനി അങ്ങനെ ലോൺ കൊടുക്കുന്നുണ്ടോ? ഇനി കൊടുക്കുന്നില്ല. ആവശ്യക്കാരുണ്ട്. 8 ലക്ഷം രൂപ അല്ല, 8 വർഷം കൊണ്ട് മാസം 2000 രൂപ വെച്ച് 2 ലക്ഷം രൂപ അടച്ച് തീർത്താൽ ട്രസ്റ്റി പറഞ്ഞാൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 ലക്ഷം ജെയിംസ് അടയ്ക്കേണ്ടതാണ്. അപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങളെല്ലാം കൈ അടിച്ച ജെയിംസിന് വേണ്ടി. ആ 2 ലക്ഷം രൂപ ജെയിംസ് അടച്ചു തീർക്കുമ്പോൾ ഇപ്പോൾ ഈ പണി കഴിയുന്ന സമയത്ത് കുറച്ച് തുക ബാക്കി. ആ തുക ഇപ്പോൾ ഞങ്ങൾ ബാങ്കിലിടും. എന്നാൽ ആ ബാങ്കിലിടുന്ന ആ FDയുടെ നോമിനി ഈ നിൽക്കുന്ന സഹോദരിയാണ്. മോള് ഈ നിൽക്കുന്ന മോളാണ് അതിന്റെ നോമിനി, അല്ലേ ആന്റി? അങ്ങനല്ലേ? ഈ നിൽക്കുന്ന മോൾ നോമിനിയായി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അത് FD ഇടാൻ പോകുന്നത്. ജെയിംസ് ഈ പണം എപ്പോൾ അടച്ചു തീർക്കുന്നോ അപ്പോൾ ആ തുക മുഴുവനും കൂടെ ഈ മോളുടെ പേരിൽ തന്നെ വീണ്ടും ഇട്ടുകൊണ്ട് മോളുടെ ഉപരിപഠനം വരുമ്പോഴോ അല്ലെങ്കിൽ അവളുടെ വിവാഹം വരുമ്പോഴോ ഏതാണോ ആദ്യം നടക്കുന്നത്, ഉടനെ അവള് പറയും ഇപ്പൊ കല്യാണം വന്നു. അപ്പോൾ ഡോക്ടർ ആകാനായിട്ട് പഠിക്കുമ്പോൾ നീ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അവർ നിന്നെ പഠിപ്പിച്ചു, നിന്നെ പഠിപ്പിച്ചു കേട്ടോ. അതിനുള്ള തുക അവരോട് സേവ് ചെയ്യുന്നുണ്ട്. ഇതിൽ വേണ്ട ക്രമീകരണം ചെയ്യും. ഇവിടെ വേറൊരു വിദ്വാൻ ഇപ്പുണ്ട്. അദ്ദേഹം ഇപ്പോൾ +2 ആയി അല്ലേ? എന്താ പരീക്ഷ? മാർച്ച് 17 ഉണ്ടോ? മാർച്ച് 17 +2 ഉണ്ടെന്നാ വിശ്വസിക്കുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കണം ഇനി മാർച്ച് 17 വേണോ അതോ ഏപ്രിലേക്ക് വേണോ. എനിവേ, അദ്ദേഹമാണ് ഇവിടുത്തെ ആദ്യ സന്താനം. അദ്ദേഹം ഇവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുന്നവരാണ് ഇതെല്ലാ കാര്യങ്ങൾ ക്രമീകരിക്കാൻ. എനിക്ക് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാനുള്ളത് മിസ്റ്റർ ജെയിംസ് കുടുംബം ഇതൊരു ദൈവത്തിന്റെ ദാനമാണ്. ഇത് എളംകുളം ജെറുസലേം മാർത്തോമ ഇടവക സേവികാ സംഘത്തിന്റെ കണ്ണുനീരും അവരുടെ സ്തോത്രകാഴ്ചയും അവരുടെ ദശാംശവുമാണ് ഈ വീട്. ഇതിന്റെ ഓരോ ഇഞ്ചിലും അവിടെയുള്ള സഹോദരിമാരുടെ കണ്ണുനീരുണ്ടെന്നുള്ളത് ഞാൻ ഈ സമയത്ത് പരസ്യമായി ജെയിംസിനെ കുടുംബത്തെ ഓർമ്മിപ്പിക്കുന്നത്. വളരെ പ്രയാസം ആ സഹോദരിമാർ അനുഭവിച്ചിട്ടാണ് ഈ ഒരു വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇടയായത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭവനം ഇന്ന് ഞങ്ങൾ മുദ്ര കുത്തിക്കൊണ്ട് ഇതിനകത്തും ഒരു നല്ല കുരിശ് വരച്ചു. ഇത് ദൈവനാമത്തിൽ ഇന്ന് മുദ്ര കുത്തി, ഈ വാതിലും മുദ്ര കുത്തി മാറ്റിയിരിക്കണം. ഈ ഭവനത്തിൽ രാവിലെ വൈകിട്ടും ജെയിംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രാർത്ഥന നടന്നിരിക്കണം. മോനെ കേട്ടല്ലോ, രാവിലെ വൈകിട്ടും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ ഭവനത്തിൽ നിന്ന് ഈ അയൽപക്കത്തുകാർക്ക് പാട്ട് കേൾക്കണം, നിങ്ങൾ വായിക്കുന്ന വേദഭാഗം കേൾക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുടങ്ങാതെ നിങ്ങളെ ഇങ്ങനെ കരുതിയ ഈ സഹോദരിമാരെയും സേവികാ സംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. അത് നിങ്ങൾ തിരിച്ചൊന്നും ചെയ്യണം, വേറെ ഒന്നും നിങ്ങൾ മടക്കി കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് അവരെയും വേണ്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും മനോഹരമായ ഒരു കിടപ്പാട് നിങ്ങൾ കിട്ടിയത് ഓർത്ത് എന്നും അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. 2, ഇവിടെയുള്ള സംഭാഷണങ്ങളൊക്കെ വളരെ വളരെ ദൈവനാമ മഹിമയ്ക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. ഒരിക്കലും സഭ്യമല്ലാത്തൊരു വാക്ക് ഈ ഭവനത്തില് താമസിക്കുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കുന്നവരിൽ നിന്നോ ഈ ഭവനത്തിൽ വരാൻ പാടില്ല. കാരണം ഇതൊരു ദൈവാലയത്തിലെ മധ്യഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുടെ ഭവനമാണ്. ആ ഇടവകയിലെ സഹോദരിമാരുടെ സ്വത്രാഴ്ച കൊണ്ടും ദശാംശം കൊണ്ടും കണ്ണുനീരിന്റെ അകമ്പടിയോടുകൂടി പണിഞ്ഞ് ഈ കുന്നിൻപുറത്ത് നിർത്തിയിരിക്കുന്ന ഒരു ഭവനമാണ്. ഇവിടെ സഭ്യമല്ലാത്തത് ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇതൊരു മല ഒക്കെ ഉള്ള ഭാഗമാണ്. ഇവിടെ ഒരുപാട് മറ്റു പല കാര്യങ്ങൾ ലഭ്യമാകാം. അറിയാമല്ലോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നു. ആ ഒരു സാധനങ്ങളും ഈ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഇന്ന് മുതൽ തീരുമാനമെടുക്കണം. മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ ഞാൻ താമസിക്കുന്ന ഈ കൂടാരത്തിന്റെ കീഴിൽ കയറാൻ ഞാൻ അനുവദിക്കുന്നു. വളരെ വ്യക്തമായി ജെയിംസും
അതുപോലെ തന്നെ പ്രിയ ഭാര്യയും കുഞ്ഞുങ്ങളും തീരുമാനമെടുക്കണം. അപ്പനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ തീരുമാനിച്ചാലും നിങ്ങൾ രണ്ടുപേരും പറയണം, അപ്പ നമ്മൾ എങ്ങനെയാണ് താമസിച്ചിരുന്നത് നമ്മൾ ഓർക്കണം, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് താമസിക്കുന്നത് ഓർക്കണം. അവരോടുള്ള നന്ദി കാണിക്കേണ്ടത് അച്ഛൻ പറഞ്ഞു എന്ന് തന്നെ പറയുക, ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇത് ഈ വീട്ടിൽ അനുവദിക്കത്തില്ല. എന്തെങ്കിലും സംഭവിക്കുന്ന എനിക്ക് പ്രതീക്ഷയുണ്ട്, സംഭവിച്ചാൽ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അത് കർശനമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പള്ളി പോലെ പ്രാധാന്യം അർഹിക്കുന്ന, പള്ളിയിലെ മതബോധ ശുശ്രൂഷ ഒരാൾ താമസിക്കുന്ന വീടാണ്. ഒരു പട്ടക്കാരന്റെ പാഴ്സനേജ് പോലെ പരിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഒരു ഭവനമാണ്. അതുകൊണ്ട് ഇതിൽ ആ തരത്തിൽ ജെയിംസ് താമസിക്കുക, കുടുംബം താമസിക്കുക. ഇവിടെ വാതിക്കൽ വന്ന് ആരെങ്കിലും ഒരാൾ ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചാൽ അത് കൊടുക്കണം. നിങ്ങൾ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ആ വരുന്ന ഒരാൾ വിശക്കുന്നു എന്ന് പറഞ്ഞു വന്നാൽ അയാൾക്ക് ഭക്ഷണം കൊടുക്കണം. അതിന് യാതൊരു മടിയുണ്ട്. നിങ്ങളുടെ കാശില്ലെങ്കിൽ കുഴപ്പമില്ല, വിശക്കുന്നുണ്ടോ ചോദിക്കുക, ഉണ്ടെങ്കിൽ ഇരിക്കുന്നതിൽ ഭക്ഷണം ചൂടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചൂട് ഉള്ളതാണെങ്കിൽ ആ തരത്തിൽ കൊടുക്കുക. ഒരു നേരത്തെ ഭക്ഷണം ഈ വഴിവക്കൽ ആരെങ്കിലും ഒരാൾ ഈ വീട്ടിൽ കയറി വന്നാൽ വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വിശപ്പോടെ ഈ വഴിയിലേക്ക് അവർ ഇറങ്ങിപ്പോകരുത്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറി ഈ വീടിന് വേണ്ടി അവർ ഉള്ളിലെങ്കിലും ദൈവമേ ഇതിൽ താമസിക്കുന്നവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി പോകാവുന്ന സ്നേഹത്തെ ഉറപ്പിക്കണം. ഇതിന്റെ പ്രാരംഭ ആലോചന മുതൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാജേലിയാസ് വർഗീസ് അച്ഛൻ വളരെ കാര്യമായി ഇതിനു വേണ്ടി അധ്വാനിച്ചു. ഇതിന്റെ സ്ഥലം കണ്ടുപിടിക്കുവാനൊക്കെ അച്ഛൻ വളരെയധികം പ്രയാസപ്പെട്ടു. പല സമയത്ത് ഇവിടെ ഒക്കെ വന്നു, ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഒടുവിലാണ് ഈ സ്ഥലം അച്ഛന്റെ ആലോചനയോടുകൂടി അച്ഛാ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് രാജച്ചൻ പറഞ്ഞപ്പോൾ ഈ സ്ഥലം ഞങ്ങളത് ക്രമീകരിക്കുകയാണ്. അച്ഛന്റെ എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും അച്ഛന്റെ ഇടവകാമം കൂടിയാണല്ലോ. അച്ഛന്റെ കൂടെ ശ്രദ്ധയിലിരുന്നണം. വല്ലപ്പോഴൊക്കെ കറങ്ങി ഇവിടെ വരുമ്പോൾ നോക്കണം. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വല്ല ആഘോഷങ്ങളോ പരിപാടികളോ വല്ല ഉണ്ടെങ്കിൽ ചെവിക്ക് പിടിച്ചിട്ട് താഴോട്ട് കളഞ്ഞേക്കാം. അപ്പം ഒരുപാട് കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൽ താമസിക്കരുതെന്ന് പറയണം എന്നുള്ള സ്നേഹത്തോട് ഓർമ്മിപ്പിക്കാം. അച്ഛനെ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സ്നേഹത്തിന്റെയും കരുതലിന്റെയും സന്തോഷത്തിന്റെ അടയാളമായി ഇടവക ട്രസ്റ്റി അച്ഛൻ ഇപ്പോൾ ഒരു കൊച്ചു ഗിഫ്റ്റ് തരികയാണ്. സന്തോഷത്തോടെ. അതുകൂടാതെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പൂർത്തീകരിച്ച ഞങ്ങളുടെ സുധീർ സാർ, അദ്ദേഹത്തിനും ഇപ്പോൾ ഒരു ചെറിയ സമ്മാനം ഞങ്ങളുടെ സേവികാ സംഘം സെക്രട്ടറിക്ക് ഇപ്പോൾ നൽകുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയ നിയോഗമാണ്. ഇന്ന് വാസ്തവത്തിൽ എബ്രഹാം തിരുമേനിയാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 4 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, തിരുമേനി വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ ആകെപ്പാടെ അക്കടിയിലാണ്, അതിന്റെ ജിദ്ദ് പറ്റി, കോവിഡിന്റെ വാക്സിൻ എടുത്തു, കുഴപ്പമൊന്നുമില്ലത്തിനായിരുന്നു ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞു. പക്ഷേ ശരീരം മൊത്തം വേദനയാണ്, ചെറിയൊരു പനിയുടെ ലക്ഷണം കാണുന്നുണ്ട്. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തിരുമേനി റെസ്റ്റ് ചെയ്യും. ചിലർക്ക് ഇത് ഉണ്ടാകുന്നതല്ല, അതൊരു നല്ല ഒരു ലക്ഷണമാണ്. തിരുമേനിക്ക് വേദന ഉണ്ടായെങ്കിൽ ഒരു നല്ല ലക്ഷണമാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, ഒരു കുഴപ്പം സംഭവിക്കില്ല. തിരുമേനി കോട്ടയം അരമനയിൽ വിശ്രമിക്കുന്നുണ്ട്. ഈ ഭവനത്തിന്റെ വാഴുവിന് എല്ലാ അനുമോദനങ്ങളും ആശംസകളും, പ്രത്യേകിച്ച് ഇവിടുത്തെ ഇളംകുളം സേവികാ സംഘ അംഗങ്ങളോടുള്ള നന്ദിയും അറിയിക്കാൻ തക്കണം തിരുമേനി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സമയത്ത് പരസ്യമായിട്ട് അറിയിക്കുകയാണ്. എല്ലാവരോടും വന്നു ചേർന്ന എല്ലാവരോടും ഇടവക സെക്രട്ടറി ഇടവക സെക്രട്ടറി, സേവികാ സംഘത്തിന്റെ ചുമതലക്കാർ, മറ്റ് എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കാവുന്നു. ഇപ്പോൾ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിന് 1-2 വാചകങ്ങൾ പറയാനുണ്ട്. സേവികാ സംഘം വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തപ്പെട്ട ഈ കുടുംബത്തിന്റെ ആശീർവാദത്തിന് വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരും എളംകുളം യെരുശലേം ദേവാലയത്തിലെ സേവികാ സംഘത്തിലെ അംഗങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. യഹോവയാൽ നിർമ്മിക്കപ്പെട്ട ഭവനമാണിതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗ്രതയെന്നും അവൻ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നുവല്ലോ. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ഞങ്ങളിൽ ചെയ്യുന്നു, അവൻ്റെ നാമം പരിശുദ്ധവുമാകുന്നു. ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തിന് അതിൻ്റെ ആശയം ഉദിച്ചപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ വ്യാപരിച്ച ദൈവകൃപ ഓർത്ത് ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഈ ആലോചന തരികയും ഇതിൻ്റെ ചാലക ശക്തിയായിട്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങളുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന ഞങ്ങളുടെ വികാരി അച്ഛനോടുള്ള നന്ദി ഞങ്ങൾ ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. ഓരോ അവസരത്തിലും ഓരോ ഘട്ടത്തിലും ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ വഴിമുട്ടി നിന്ന പല സന്ദർഭങ്ങളുണ്ടായിരുന്നു. വളരെ വെല്ലുവിളികൾ, വളരെ മനസ്സിനുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടായ അവസരങ്ങളിലൊക്കെ അച്ഛനാണ് ഞങ്ങൾക്ക് ശക്തി തന്നത്. അതുപോലെ ഞങ്ങളുടെ
ഇത്രയും ദൂരമായതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ വരുമെന്നും ഇതിൻ്റെ മേൽനോട്ടം എങ്ങനെ നിർവഹിക്കുമെന്നും ഞങ്ങൾ ഭയന്നപ്പോൾ ദൈവം ഞങ്ങൾക്ക് അയച്ചു തന്നതാണ് രാജച്ചനെ ഒരു മാലാഖയെ പോലെ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെല്ലാവരും ഇടപെട്ടില്ല. അച്ഛന് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ രണ്ട് ഭാരവാഹികൾ മാത്രമേ അച്ഛനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ കൂടി ആലോചിച്ച് അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അച്ഛനെ അറിയിക്കുകയും അച്ഛൻ വളരെ ഭംഗിയായിട്ട് സ്വന്തം കാര്യം ചെയ്യുന്നത് പോലെ അച്ഛൻ ഇതിനകത്ത് ഓരോ ദിവസവും ഇടപെട്ടു. അച്ഛ വാക്കുകൾക്ക് അതീതമാണ് ഞങ്ങളുടെ നന്ദി. അതുപോലെ ഞങ്ങൾ ചിന്തിച്ചതിലും നനച്ചതിലും അപ്പുറമായിട്ട് ഈ വീട് ഇത്ര ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്ന സുധീർ സാറിനോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മനസ്സിൽ സുധീർ സാറിനെ ഞങ്ങൾ ഓർക്കും. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോലും ഇത്രയും ഭംഗി തോന്നിച്ചില്ല. ഇന്നിത് തീർന്നു വന്നപ്പോൾ എത്ര ഭംഗിയായിരിക്കുന്നു. വളരെ വളരെ താങ്ക് യു സാർ, വളരെയധികം നന്ദി. അതുപോലെ ഇതിൻ്റെ ഈ കൂദാശ കാണുവാനായിട്ടും ഇതിൽ സംബന്ധിക്കുവാനുമായിട്ടും എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്തു വന്ന ഞങ്ങളുടെ സെക്രട്ടറി, മറ്റ് ഇടവകാംഗങ്ങൾ, ഞങ്ങളുടെ കൊച്ചമ്മ, ഇവിടുത്തെ കൊച്ചമ്മ, എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ ഇടവകയിലെ സുശേഷകനോടും അതുപോലെ തന്നെ രജിച്ചേട്ടനോടും ഒക്കെയുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്കൊരു ബലം. ദൂരെ ഇരുന്നാലും ഞങ്ങൾക്ക് ആശ്വാസമാണ്. കാരണം ആദ്യം തന്നെ ജെസ്സി പറഞ്ഞിരുന്നു രജിച്ചേട്ടന് കാര്യങ്ങളൊക്കെ അറിയാം, അദ്ദേഹം വേണ്ട മേൽനോട്ടവും വേണ്ട കൈത്താങ്ങും കൊടുത്തുകൊള്ളുമെന്ന്. അപ്പോൾ അവിടെ ഇരുന്നാലും ഞങ്ങൾ ഓരോ ദിവസവും നിങ്ങളെയൊക്കെ ഓർക്കുന്നു, വളരെയധികമായിട്ട് ഈ പ്രോജക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എടകുളം ഇടവകയിൽ നിന്നുള്ള എല്ലാ സേവികാ സംഘാംഗങ്ങളെയും ഞങ്ങൾക്ക് കൈത്താങ്ങുന്ന എല്ലാ ചേർച്ച് മെമ്പേഴ്സിനെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ പ്രദേശവാസികളോട് ഞങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹമാണ്. കാരണം ഞങ്ങൾ പട്ടണത്തിൽ കാണാത്തത്ര കൂട്ടായ്മയും ഒരുമയുമാണ് നിങ്ങളെല്ലാം തമ്മിൽ. ഈ സ്നേഹവും ഈ കൂട്ടായ്മയും എല്ലാ കാലവും നിലനിൽക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം ലോകമെങ്ങും പരക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ രാജേലിയാസ് വർഗീസ് അച്ഛനാണ് ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ, അടിസ്ഥാന ശില ആശീർവദിച്ചിട്ട് ഞങ്ങൾക്ക് മറ്റു ചില പ്രോഗ്രാമുകളായിരുന്നത് ഞങ്ങൾ ആ ചുമതല അച്ഛനെ ഏൽപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാമിലെല്ലാം ഒരു ചുമതലക്കാരുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ സേവികാസിൽ നിന്ന് ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നു. അത് എന്ത് പറഞ്ഞത് ശ്രീമതി ജെസ്സി വർഗീസ്. രണ്ടുപേരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛന് ഈ കല്ലിട്ട് തന്നതിലും ഇത്രത്തോളം ഇത് പൂർത്തീകരിക്കത്തക്കൊണ്ട് സഹായിച്ചതിലും. ജെസ്സിയുടെ എല്ലാ കോർഡിനേഷനും ഇതിനകത്തുണ്ടായിരുന്നു. പോകേണ്ട സ്ഥാനത്തെല്ലാം പോയി, കത്തുകളും കൽപ്പനകളും എല്ലാം വാങ്ങി, മറ്റു കാര്യങ്ങളെല്ലാം സഹകരിച്ചു. എഞ്ചിനീയറെയൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഇതിനെല്ലാം നിന്നു, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എല്ലാത്തിലും നന്ദിയാണ്. സാധാരണ ഒരു വീട് വെച്ചാൽ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ മാത്രമേ കൊടുക്കൂ. എന്നാൽ നിങ്ങൾ ഈ മുറിയിലെല്ലാം പോകാമെങ്കിൽ ഈ മുറി മൊത്തം ഫർണിഷ് ചെയ്തിരിക്കുന്നതും ഈ സേവികാ സംഘം. എല്ലാ മുറികളിലും കട്ടിലുണ്ട്. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ സെറ്റി, അതെല്ലാം പോയി ഒരു സെറ്റിയും ഒക്കെ ഉണ്ട്. അതിന് 3-4 കസേരകളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അകത്ത് നല്ല കളർഫുൾ ആയുള്ള ഒരു ഫ്രിഡ്ജും ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ അനുബന്ധ ഒരുപാട് കൊച്ചു കൊച്ചു സാധന സാമഗ്രികളെല്ലാം സേവികാ സംഘം ഇവർക്ക് നൽകി ഈ കുടുംബത്തെ ബ്ലസ് ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും അത് അവരുടെ ഒരു ക്രിസ്തീയ കാര്യവിചാരകത്വത്തിന്റെ നല്ല ഒരു തെളിവ്. ഒരു കൊച്ചിടവക അവരെ സ്നേഹിക്കുന്ന, അവരോട് വസിക്കുന്ന ഒരാളിനെ ചെയ്ത ഒരു നന്ദി. എല്ലാവർക്കും ഒരു പ്രാവശ്യത്തിന് നന്ദി. ഈ ഇടവക അംഗങ്ങൾ മോതിരവയൽ ഞങ്ങൾ വിളിക്കുന്നത് റിംഗ് ഫീൽഡ് എന്നാണ്. ഇല്ലേ അച്ഛൻ വിളിക്കുന്ന അങ്ങനെയാണ്. റിംഗ് ഫീൽഡിന്റെ വികാരി എന്നാണ്. റിംഗ് ഫീൽഡ് എവിടെയാ നിങ്ങൾക്കറിയാം? ഇംഗ്ലണ്ടിലാണ്. അതിന്റെ വികാരിയാണ് അച്ഛൻ. അവിടുന്ന് വന്ന എല്ലാ ആളുകളോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കാവുന്നു. നിങ്ങളുടെ സഹകരണം പ്രാർത്ഥനയെ കൊണ്ടാകുന്നു. സഹോദരങ്ങളെ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരനായിരുന്നു ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടന്ന, ഈ ജെയിംസിനേക്കാൾ ഉത്സാഹത്തോടുകൂടി നടന്നതല്ല അല്ലേ, എല്ലാ കാര്യങ്ങളും നോക്കി. ഞങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ ഐഡിയകളെല്ലാം പറഞ്ഞു തന്നു. എനിക്കറിയാം അതെല്ലാം ചെയ്തു തന്നു. സ്വന്തം മോനെ ചെയ്തു കൊടുക്കുന്ന പോലെ അല്ലേ. ഒരു കാര്യങ്ങളെല്ലാം ഓരോ കല്ല് പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം ചെയ്ത് ഭംഗിയാക്കി കൊച്ചുമോനെ ഇങ്ങനെ ഭംഗിയായിട്ടിരിക്കേണ്ട ചെയ്തു നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. ഇപ്പോൾ രാജച്ചൻ എന്തോ ഒരു കാര്യം പറയാനുണ്ടോ? ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതരെ, വളരെ നന്ദിയോടും സ്തോത്രത്തോടും ദൈവസന്നിധിയിൽ വീണ്ടും ആയിരിക്കുന്നു. സ്വാഗതവും നന്ദിയും ആദ്യമായിട്ടാണ് ഞാനൊരു ഒന്നിച്ച് പറയുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന് ആദ്യം നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് ജോർജ് മാത്യൂസ് അച്ഛന് കുടുംബമായിട്ട് ഈ കാര്യങ്ങളെല്ലാം എല്ലായ്പ്പോഴും വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു.
അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവുമുണ്ട്. ക്രിസ്തോസിൽ അച്ഛനോടൊപ്പം അസിസ്റ്റന്റ് വികാരിയായിട്ട് പ്രവർത്തിക്കാനിടയായി ആ ഒരു സ്നേഹബന്ധത്തിൽ ഒത്തിരിയധികം കാര്യങ്ങൾ ക്രമീകരിക്കാനൊക്കെ ഇടയായി. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനോടും കുടുംബത്തോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. തക്കതായ എല്ലാ ആലോചനകളും ഓരോ ദിവസവും തന്ന് അച്ഛൻ അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യും. അതോടൊപ്പം തന്നെ സേവ്യാ സംഘ അംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയുന്നു. വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ലാലു ആന്റിയും ജെസി ആന്റിയും ആവുന്ന ഈ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടത്. ജെസി ആന്റി അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ പലതവണ വരികയും പല സ്ഥലങ്ങൾ കാണുകയും എന്നാൽ യോജിച്ച ഒരു സ്ഥലം ഇത് നമുക്ക് ദൈവം തന്നു. ആ സ്ഥലവും വന്ന് കണ്ട എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്നു. സേവ്യാ സംഘ അംഗങ്ങളുടെ ഒരു വലിയ പ്രാർത്ഥനയും അതുപോലെ സഹായവുമുണ്ട് എന്ന് ഞാൻ പരിപൂർണമായി മനസ്സിലാക്കുന്നു. പ്രത്യേകമായിട്ടുള്ള ഒരു വലിയ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തീർച്ചയായിട്ടും മുതിരവയൽ ഇടവകയെ പറ്റി ചില കാര്യങ്ങൾ പറയാതിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. 5 ഭവനം ഈ പ്രദേശത്ത് വന്ന് 5 ഭവനത്തിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ 45 വർഷം പിന്നിടുമ്പോൾ 43 കുടുംബങ്ങൾ ഈ ഇടവകയിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇടവകയിൽ തന്നെ 4 ശുശ്രൂഷകര് പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നു. കളക്കുളം പള്ളിയിലുണ്ട്, പാലാരിവട്ടം ഇടവകയിൽ ശുശ്രൂഷിക്കുന്നു, അതുപോലെ കോട്ടയം സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ ശുശ്രൂഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുഴിക്കാല ഇടവകയിൽ ശുശ്രൂഷകനായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ജെയിംസിന്റെ അനിയൻ വിജി ഈ ഇടവകയിൽ തന്നെ ശുശ്രൂഷകനായിട്ട് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് ജെയിംസ് പ്രവർത്തിക്കുന്നു. ജെയിംസ് ജോസഫ് 25 വർഷം പിന്നിട്ടു. അത്തരത്തിൽ ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി ഇടവക തീരുന്നു, സഭയ്ക്കൊരു അനുഗ്രഹമായി തീരുന്നു. എന്നാൽ ഈ നല്ലൊരു ഭവനം ഇവിടെ പണിത് കൊടുക്കുവാനായിട്ട് ഇടയായി. ഒരു നല്ല ഭവനം എനിക്ക് തോന്നുന്നത് പിന്നെ ജെയിംസിനാണെന്ന് തോന്നുന്നുള്ളത് ഈ ഇടവകയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എന്റെ അടുത്ത് ആരും സമീപിക്കരുത്. ഏതായാലും നിങ്ങൾക്ക് പണിത് കൊടുക്കുന്ന ആളെ മനസ്സിലായി, ലോൺ തരുന്നവരെ മനസ്സിലായി. ബാക്കിയുള്ള ഇടവകങ്ങൾ എന്റെ അടുത്ത് വരില്ല അച്ഛാ, വീട് പണിയണം എന്ന് അറിയരുത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം, നന്ദിയുണ്ട്. അത്തരത്തിൽ ഇടവക ശുശ്രൂഷകന് ഞങ്ങളുടെ ഇടവക അംഗത്തെ വളരെ കരുതി. റീച്ചായന് ഞങ്ങൾ നന്ദിയൊക്കെ പറഞ്ഞു. അച്ചായന് വീട് പണിയാനായിട്ട് കണ്ടെത്തിയ ഒരു സ്ഥലമാണ്. എന്നാൽ ഇങ്ങനെ ഒരു സ്ഥലം അപ്പോഴത്തേക്കിന് പറഞ്ഞു സ്വന്തം സഹോദരന് ഈ ഒരു ആവശ്യം. ഞാൻ പറഞ്ഞു വെച്ചാൽ അച്ചായനെ ഒന്ന് ഞാൻ പേടിപ്പിച്ചായിരുന്നു. ഇനി സ്ഥലം കിട്ടിയില്ല, അവര് പണിയത്തില്ല എന്ന് പറഞ്ഞു. ഇതൊരു കാര്യം നടക്കണമല്ലോ. അച്ചായൻ പറഞ്ഞു ഞാൻ അച്ഛാ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ രണ്ടുപേരും മേടിക്കാനിരിക്കുക, ജെയിംസിന് വീടാകട്ടെ അച്ഛാ എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നു. അത് മാത്രമല്ല എല്ലാ കാര്യത്തിലും വളരെ സന്തോഷത്തോടെ സഹകരിച്ചു. അതുപോലെ ഇടവക അംഗങ്ങള് പ്രത്യേകിച്ച് പീറ്റർ ഉപദേശി ഇടവകയിലെ സുവിശേഷകനാകുന്നു. ആ കാര്യത്തിലെല്ലാം വന്ന് സഹകരിച്ച് കുടുംബമായ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. അതിലുപരിയായിട്ട് എത്ര നന്ദി പറഞ്ഞാലും സേവ്യാ സംഘ അംഗങ്ങൾ ഇന്നിവിടെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് നിങ്ങളെല്ലാവരും വന്നു. തീർച്ചയായിട്ടും അച്ഛനോടും സേവ്യാ സംഘ അംഗങ്ങളോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഒരിക്കൽ കൂടി വാക്കുകൾ പലപ്പോഴും നമുക്ക് ഹൃദയത്തിൽ പല ഇത് വരുമ്പോൾ, സന്തോഷവും നന്ദിയൊക്കെ വരുമ്പോൾ വാക്കുകൾ എന്തൊക്കെയാ പറയുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും നന്ദി എന്നുള്ള ഒരു വലിയ വാക്ക് ദൈവത്തോടും നിങ്ങളോടും ഇതിൽ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ സന്തോഷം കൊണ്ടാണെന്ന് കരുതി ക്ഷമിക്കണം. എന്തൊക്കെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അതിനോടും എല്ലാം വാക്കുകൾക്ക് അതീതമായ നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട്, സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ ചെന്ന ഉദാശിക്ക് പോകുമ്പോൾ അങ്ങോട്ടാണ് സമ്മാനം കൊടുക്കുന്നത്. എനിക്കൊരു സമ്മാനം കൂടെ അതിനും പ്രത്യേകമായിരിക്കുന്ന നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് വളരെ മനോഹരമായ ഒരു ഭവനം ജെയിംസിന് പണിതു തന്നു. ഈ നിങ്ങളിവിടെ താമസിക്കുമ്പോൾ ഇതിലും മനോഹരമാക്കി അത് തീർക്കണം. അതിൽ സന്തോഷിപ്പാൻ ഇവരെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെയിംസിനെ കുടുംബത്തെയും ഈ ഇടവകയും ഈ ദേശത്തെയും ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണം. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി എല്ലാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയില്ലെങ്കിലും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജെയിംസും കുടുംബം എന്നും പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രത്യേകം എല്ലാവരോടുള്ള നന്ദിയാണ്. എറണാകുളത്ത് വന്നവരുടെ കൂട്ടത്തിൽ ഞാൻ കാണാതെ പോയൊരാൾ ഇപ്പോൾ കണ്ടിരിക്കും. നമ്മുടെ ഓഫീസിലെ സ്റ്റാഫാണ്. 10-14 വർഷമായി
ഓഫീസിലെ സ്റ്റാഫായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന കൊച്ചാന്ന്. അയാളുടെ മകള് കോളേജിൽ പഠിക്കാൻ ഇവര് തമ്മിൽ അവിടെ വലിയൊരു കമ്പനിയാണ്. അതുകൊണ്ട് ജെയിംസിന്റെ വീട് കണ്ടേ മതിയാകുമെന്ന് ചേർന്ന് ജോമോൾ ഇവിടെ എത്തി. ജോമോളിനുള്ള സന്തോഷം അറിയിക്കുന്നു. രാവിലെ എന്നെ വിളിച്ചിൽ ഞാനും വരിക എന്ന് പറഞ്ഞു. പോലെ ഒരു കുഴപ്പമില്ല, കൂടെ വർക്ക് ചെയ്യുന്ന ആളിന്റെ വീട് കാണുന്നതല്ലാണ്. എല്ലാവരും വന്നതിലും സഹകരിച്ചതിലും ഒക്കെ സന്തോഷമുണ്ട്. ഇതെല്ലാം ഈ ക്യാമറയിൽ പകർത്തിയിരിക്കുകയാണ്. ഈ മനുഷ്യൻ കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നല്ല ദാനങ്ങളുടെ ഉറവിടമായ ദൈവമേ, നിന്റെ കരങ്ങളിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ളതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞങ്ങൾ ശ്വസിക്കുന്ന വായു പോലും തമ്പുരാന്റെ ദാനമാണ്. നീ അതെപ്പോൾ തിരിച്ചെടുക്കുന്നുവോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് മണ്ണിലേക്ക് തിരികെ ചേരുന്നവരാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത് നിന്റെ കൈകളുടെ വിരലുകളുടെ ഇടയിൽ കൂടി വീണ ചില ദാനങ്ങൾ കൊണ്ട് ആകുന്നുവെന്ന് തിരിച്ചറിയുവാനും എല്ലായ്പ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ നിന്റെ മുൻപാകെ ജീവിക്കുവാനും ഞങ്ങൾക്കിടയാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ജെയിംസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുന്നിന്റെ മുകളിൽ ഈ സ്ഥലം കണ്ടുപിടിച്ച് അത് സ്വന്തമാക്കി അതിമനോഹരമായ ഒരു ഭവനം, ജെയിംസിന്റെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ഭവനം, എത്ര അധ്വാനിച്ചാലും ഇതുപോലെ ഒരെണ്ണം ചമയ്ക്കുവാൻ സാധ്യതയില്ലാത്ത ജെയിംസിന്റെ ജീവിതത്തിൽ അനേകരുടെ കരുതൽ കൊണ്ട്, സ്തോത്രകാഴ്ച കൊണ്ട്, ദശാംശം കൊണ്ട് ഇപ്രകാരം ഒരു സുന്ദരമായ ഭവനം പണിഞ്ഞ് എന്റെ ദാസൻ എന്ന് പ്രതിഷ്ഠിക്കപ്പെടുവാനെ കൊണ്ട് ഇടയാക്കിയതോർത്ത് നന്ദി, സ്തോത്രം. ഇതിൽ സഹകരിച്ച ഇളംകുളം ജെറുസലേം സേവികാ സംഘത്തിലെ എല്ലാ അംഗങ്ങളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ചെറിയ തുക മുതൽ വലിയ തുക വരെ കൊടുത്ത ആളുകളുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി ഈ ഭവനത്തിൽ എത്തിച്ചവരുണ്ട്. മറ്റു പല കാര്യങ്ങൾക്കായിട്ട് സഹകരിച്ചവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്ത് ഇത്രത്തോളം മനോഹരമാക്കി ഈ ഭവനവും ഇതിന്റെ ക്യാമ്പസും ആക്കി തീർത്ത സുധീർ സാറിന്റെ ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മകന്റെ ആ വലിയ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് ഇന്ന് കണ്ട് സന്തോഷിച്ച് ദൈവത്തിന്റെ സ്തോത്രം പറയാൻ ഇടയാക്കിയത് നന്ദി. പ്രത്യേകാൽ ഞങ്ങൾ രാജേലിയാസ് വർഗീസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം ഈ ഇടവകയുടെ വികാരിയായിട്ട് ചുമതല വഹിക്കുന്നു. എന്നാൽ അതിനിടയിൽ തന്നെ ഈ ഒരു വലിയ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഇതിന്റെ നേതൃത്വം കൊടുത്ത് ആലോചനയിലൊക്കെ പങ്കുചേർന്ന് നല്ല തീരുമാനം ഇവിടെ നടപ്പിലാക്കുവാൻ അച്ഛനിൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കരുതലിനായിട്ട് സ്തോത്രം. ഈ കുടുംബത്തെ കരങ്ങളേൽപ്പിക്കുന്നു. ജെയിംസിന്റെ കൂട്ടായി കൊടുത്ത ദാസിക്കായിട്ട് സ്തോത്രം. 2 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മകന്റെ പരീക്ഷ അടുത്തു വരുന്നുവല്ലോ, അത് ഏറ്റവും നന്നായിട്ട് എഴുതുവാനൊക്കെ ബലപ്പെടുത്തണമേ. കൊച്ചുമോൾക്കായിട്ട് സ്തോത്രം. അവളുടെ സ്വപ്നങ്ങൾ നിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ സ്വപ്നങ്ങൾ തമ്പുരാൻ സഫലമാക്കി കൊടുക്കണം എന്നും പ്രാർത്ഥിക്കുന്നു. സുവിശേഷകനായിട്ട് സ്തോത്രം. കൂടി വന്ന ഇടവക അംഗങ്ങൾക്കായിട്ട് സ്തോത്രം. എറണാകുളം യാത്ര ചെയ്തു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കണമേ. സകലവും മശിഹായുടെ നാമത്തിൽ തന്നെ ആശീർവാദം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഗ്രഹത്തോടെ ഇപ്പോൾ മനസലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. ദൈവ നാമ മഹിമയ്ക്കും ദൈവരാജ കെട്ടുപണിക്കുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ ഭവനത്തിൽ താമസിക്കുന്നതും അതിഥികളായി എത്തുന്നവരും ഒരു നേരത്തെ ഭക്ഷണം യാചിച്ചെത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭക്ഷണ പാനീയങ്ങൾ തയ്യാറാക്കുന്ന ഈ അടുക്കള അനുഗ്രഹിക്കപ്പെട്ടതും ആശീർവദിക്കപ്പെട്ടതുമായി തീരട്ടെ.
ചൂടാക്കി എല്ലാവർക്കും കൊടുത്താൽ നീണ്ട ഗ്ലാസ്